ഇന്ന് നമ്മൾ ചെയ്യുന്നത് സ്ലീവിൻ്റെ എൻഡിൽ നെറ്റ് വരുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് റോ കോട്ടൻ്റെ മെറ്റീരിയലും അതുപോലെ നെറ്റുമാണ്. ഇതാണ് നമ്മൾ സ്ലീവിൻ്റെ എൻഡിൽ വരുന്ന ഡിസൈന്. ഈ വർക്ക് ചെയ്യാൻ വേണ്ടി ആൻറ്റി ഗോൾഡിൻ്റെ കട്ട് ബീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഗോൾഡൻ സീക്വൻസ് ഇല്ലേ, അതാണ് കേട്ടോ ഇത്. ഗ്രീൻ കട്ട് ബീഡ്, പിന്നെ ഗോൾഡൻ റൗണ്ട് ബീഡ് ഉണ്ടല്ലോ, സൈസ് നമ്പർ 3, നമ്മൾ ഫ്ലവറിൻ്റെയൊക്കെ നടുക്കായിട്ട് വെക്കാനുള്ള ഗോൾഡൻ റൗണ്ട് ബീഡാണ്. പിന്നെ ഗ്രീൻ സ്റ്റോൺസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ സ്റ്റോൺസ് ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇത് വെക്കാനുള്ള ഫ്രെയിമാണ് കേട്ടോ ഇത്. അപ്പോൾ ഫ്രെയിം ഉണ്ടോ ഇതുപോലെയാണ്. അതിലേക്ക് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്റ്റോൺ ഫിക്സ് ചെയ്യുവാണ് ചെയ്യാറുള്ളത്. പിന്നെ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്, ബ്ലൂ ഷെയ്ഡിലുള്ള സിൽക്ക് ത്രെഡ്. അത് കോർക്കാനുള്ള നീഡിലും പിന്നെ ബീഡ്സ് കോർക്കാനുള്ള നീഡിലുമാണ് എടുത്തിരിക്കുന്നത്. നെറ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 ഇഞ്ചസ് ആണ്. എന്നിട്ട് നമുക്ക് ഈ നെറ്റ് ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്യുവാണ്. ഫോൾഡ് ചെയ്തിട്ട് സ്ലീവിൻ്റെ എഡ്ജ് ഉണ്ടല്ലോ അവിടേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തൊന്ന് കൊടുക്കണം. നമ്മുടെ സ്ലീവ് റൗണ്ട് എത്രയാണോ അതിനേക്കാട്ടിൽ ഒരു 4 ഇഞ്ച് കൂട്ടിയിട്ട് വേണം കേട്ടോ വീതി കട്ട് ചെയ്യാനായിട്ട്. ലെങ്താണ് 5 ഇഞ്ച്. ഇനി നമുക്കിതുപോലെ ക്ലോത്ത് വെച്ച ശേഷം ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഇനി ടോപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ സ്ലീവിൻ്റെ എഡ്ജ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്തേക്ക് ഒരു റഫ് തുണി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രെയിമിൽ ഫിക്സ് ചെയ്യണമെങ്കിൽ റഫ് തുണി അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ അതും ചെയ്തിട്ടുണ്ട്. ഇനി ആ വലിയ റൗണ്ടിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു റൗണ്ട് ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് നീഡിലെടുത്തിട്ട് അതിലേക്കൊരു 6 ആൻറ്റി ഗോൾഡിൻ്റെ കട്ട് ബീഡ് എടുത്ത് നമുക്ക് ആ റൗണ്ട് ബീഡിന് ചുറ്റുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ലാസ്റ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ നീഡിൽ കടത്തി നീഡിൽ വലിച്ചു കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഒരു റൗണ്ട് ഷേപ്പ് വരുന്നതായിരിക്കും. ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ലോക്ക് സ്റ്റിച്ച് ചെയ്ത് അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 6 സ്ട്രാൻഡ്സ് സിൽക്ക് ത്രെഡ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി 12 സ്ട്രാൻഡ്സ് ആക്കിയിട്ട് നമ്മളിതുപോലെ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫ്ലവർ വർക്കാണ് ചെയ്യുന്നത് ആ റൗണ്ടിന് ചുറ്റുമായിട്ട്. അപ്പോൾ നീഡിൽ ഇതുപോലെ എടുത്തിട്ട് ഇവിടെ നമ്മൾ ലോങ് ഫ്രഞ്ച് നോട്ട് വിത്ത് സീക്വൻസ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു സീക്വൻസ് ഇതുപോലെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ത്രെഡ് ഒന്ന് നീഡിലേക്ക് ഒരു തവണ ചുറ്റിയിട്ട് ആ സീക്വൻസും കൂടെ നമുക്ക് ആ നീഡിലേക്ക് ഇതുപോലെ എടുക്കുവാണ് കേട്ടോ. എന്നിട്ട് ആ റൗണ്ടിൻ്റെ ബോർഡർ ഉണ്ടല്ലോ അവിടേക്ക് ഇതുപോലെ നീഡിൽ താഴ്ത്തി കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് കേട്ടോ ലോങ് ഫ്രഞ്ച് നോട്ട് വിത്ത് സീക്വൻസ് എന്ന് പറയുന്ന സ്റ്റിച്ചാണ്. ക്രെവൽ നീഡിൽ 5 ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ സീക്വൻസിൻ്റെ ഉള്ളിലൂടെയൊക്കെ കടന്നു പോകുന്നതാണ്. ഈ റൗണ്ടിന് ചുറ്റുമായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. ഇനി ആ ചെറിയ റൗണ്ടിൻ്റെ സെൻറ്ററിലും ഒരു റൗണ്ട് ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നീഡിൽ ഇവിടെ നിന്ന് എടുത്തിട്ട് ഒരു ഗ്രീൻ കട്ട് ബീഡ് സീക്വൻസ് ഒന്നിച്ചെടുക്കുവാണ്. എന്നിട്ട് അതിന് ചുറ്റുമായിട്ട് ഫ്ലവർ ഷേപ്പിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്.
ഇനി ആ സീക്വൻസ് ഫ്ലവറിൻ്റെ താഴെയായിട്ട് ഒരു സ്റ്റെം വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ആൻറ്റി ഗോൾഡിൻ്റെ കട്ട് ബീഡാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെ സ്റ്റെം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ആ സ്റ്റെമ്മിൻ്റെ എൻഡ് വരുമ്പോൾ ഒരു കട്ട് ബീഡ് സീക്വൻസും ഇനി ബ്രാഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ 2 കട്ട് ബീഡ് ഒരു സീക്വൻസ് വെച്ചിട്ട് ബ്രാഞ്ചസും കൂടെ ചെയ്ത് കൊടുക്കാം. ഇനി ത്രെഡ് വെച്ച് ഫ്ലവറിൻ്റെ ആ മുകളിലായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ സ്റ്റോൺ വയ്ക്കാനായിട്ടാണ് ഗ്ലൂ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. ആ ഗ്ലൂവിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ ഒരു ഫ്രെയിം ഒട്ടിച്ചു കൊടുക്കാം. ഇനി ആ ഫ്രെയിമിൻ്റെ മുകളിലോട്ടും കൂടെ കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വേണം സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. സ്ലീവിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.